ICC ട്രോഫി ഇല്ലാതെ വലയുന്ന ഇന്ത്യൻ ടീമിനെ ഈ ഒരു നേട്ടത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ചില കടുപ്പമേറിയ നീക്കങ്ങൾക്ക് തുനിയുകയാണ് പുതുതായി കോച്ചായി സ്ഥാനം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ഗൗതം ഗംഭീർ. 2013 ചാമ്പ്യൻസ് ട്രോഫിയിൽ ജേതാക്കളായതിനു ശേഷം ഒരു ICC കിരീടം പോലും ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല. പല ടൂർണമെന്റുകളിലും ഫൈനലിലും സെമിയിലുമെല്ലാം ഇന്ത്യ കളിച്ചെങ്കിലും കപ്പ് മാത്രം അകന്നു നിൽക്കുകയാണ്. ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കുകയാണ് ഗംഭീറിന്റെ പ്രധാനപ്പെട്ട ദൗത്യം. ഇപ്പോൾ നടക്കുന്ന 2020 ലോകകപ്പിന് ശേഷമാണ് രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായി ഗംഭീർ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് വരുന്നത്. 2027 ഏകദിന ലോകകപ്പ് വരെയുള്ള 3 വർഷത്തെ കരാറിലാണ് ഇന്ത്യൻ ടീമുമായി അദ്ദേഹം ഒപ്പുവയ്ക്കുക. കോച്ചായി ചുമതലയേറ്റെടുത്താൽ ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ ICC ടൂർണമെന്റ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ആയിരിക്കും. പാകിസ്ഥാനിലാണ് ടൂർണമെന്റ് നടക്കുവാനിരിക്കുന്നത്. നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, മുൻ നായകൻ വിരാട് കോഹ്ലി എന്നിവരുടെ കരിയറിലെ അവസാനത്തെ ICC ടൂർണമെന്റായി ചാമ്പ്യൻസ് ട്രോഫി മാറുവാനും സാധ്യതയുണ്ട്. കാരണം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ജേതാക്കളായില്ലെങ്കിൽ ഇരുവരെയും ടീമിൽ നിന്ന് നീക്കുമെന്ന് ഗംഭീർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞതായിട്ടാണ് വിവരം. ഇന്ത്യയുടെ കോച്ച് സ്ഥാനത്തേക്ക് BCC നടത്തിയ അഭിമുഖത്തിൽ ഇക്കാര്യം ഗംഭീർ അറിയിച്ചു കഴിഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. രോഹിത്തും കോഹ്ലിയും മാത്രമല്ല മറ്റു ചില സീനിയർ കളിക്കാരായ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ, പേസർ മുഹമ്മദ് ഷമി തുടങ്ങിയവരെയും ചാമ്പ്യൻസ് ട്രോഫി നേടുവാനായില്ലെങ്കിൽ ടീമിൽ നിന്ന് ഒഴിവാക്കും. കപ്പില്ലെങ്കിൽ സീനിയേഴ്സിന് പകരം യുവതാരങ്ങളെ കൊണ്ടുവന്ന് പുതിയൊരു ടീമിനെ വളർത്തിയെടുക്കാനാണ് ഗംഭീറിന്റെ പ്ലാൻ. 2026 2020 ലോകകപ്പ് ലക്ഷ്യമിട്ട് പുതിയൊരു യുവനിരയെ അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം കൊണ്ടുവരാനും സാധ്യതയുണ്ട്. ഇംഗ്ലണ്ട് ടീമിനെ പോലെ വൈറ്റ് ബോൾ, റെഡ് ബോൾ ഫോർമാറ്റുകളിൽ വ്യത്യസ്ത ടീമുകളെ പരീക്ഷിക്കാനും ഗംഭീർ തീരുമാനിച്ചു കഴിഞ്ഞു. പരിചയസമ്പന്നരായ താരങ്ങൾ ടെസ്റ്റ് ടീമിൽ അണിനിരക്കുമ്പോൾ IPL കസറിയ യുവതാരങ്ങളടങ്ങുന്ന ഒരു അഗ്രസീവ് ടീമിനെയാണ് വൈറ്റ് ബോൾ ഫോർമാറ്റിൽ അദ്ദേഹം ലക്ഷ്യമിടുന്നത്. മുഖ്യ കോച്ചായി ചുമതലയേറ്റെടുത്താൽ പരിശീലക സംഘത്തിലെ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്ക് അനുവദിക്കണമെന്ന് BCCയുടെ ഗംഭീർ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. അതിന് അനുവാദവും ലഭിച്ചു കഴിഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. IPL തന്റെ മികവ് തെളിയിച്ചതോടെയാണ് ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്കും ഗംഭീർ ഫേവറേറ്റായി മാറിയത്. 2022 IPL ലക്നൌ സൂപ്പർ ജയൻസിനൊപ്പമാണ് അദ്ദേഹം ഈ റോളിൽ അരങ്ങേറുന്നത്. LSG ടീമിന്റെ മുഖ്യ ഉപദേശകനായിരുന്നു അദ്ദേഹം. കന്നി സീസണിൽ തന്നെ ലക്നൌവിനെ IPL പ്ലേ ഓഫിലെത്തിക്കുവാൻ ഗംഭീറിന് സാധിക്കുകയും ചെയ്തു. 2023 അദ്ദേഹം ടീമിനൊപ്പം ഇതേ റോളിൽ തുടർന്നു. LSG ഒരിക്കൽ കൂടി പ്ലേ ഓഫിൽ കടക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് പഴയ തട്ടകമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ നിന്നും ഗംഭീറിന് ഇതേ റോളിലേക്ക് വെളിയെത്തുന്നത്. അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു. 2023 IPL പ്ലേ ഓഫ് പോലും കാണാതെ പുറത്തായ KKRനെ ഈ വർഷം ചാമ്പ്യന്മാരാക്കിയാണ് ഗംഭീർ തിരിച്ചുവരവ് ആഘോഷിച്ചത്. ഈ നേട്ടത്തിന് പിന്നാലെയാണ് ഇന്ത്യൻ ടീമിലേക്കും അദ്ദേഹത്തിന് ഇപ്പോൾ ക്ഷണമെത്തിയിരിക്കുന്നത്.